ഹായ് നമസ്കാരം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ലഹരിക്കെതിരെയുള്ള ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ച ആ കലാകാരിയുടെ വീട്ടിലാണ്. ഗീതാകുമാരി പെരിങ്ങലിപ്പുറം എന്നാണ് ആ കലാകാരിയുടെ പേര്. ഒരുപാട് ആളുകൾ നമുക്ക് കമൻറ്റ് ചെയ്തിരുന്നു ആ കലാകാരിയെ ഒന്ന് നേരിൽ കാണിക്കണം, യഥാർത്ഥ വേഷത്തിലൊന്ന് കാണിക്കണം, അവരുടെ ഒരു ഇൻ്റർവ്യൂ ഒന്ന് ചെയ്യണമെന്ന്. അങ്ങനെ നമ്മൾ പെരിങ്ങലിപ്പുറം എന്ന സ്ഥലത്ത് വന്നിരിക്കുകയാണ്. ചേച്ചിയുടെ വീട്ടിൽ വന്നിരിക്കുകയാണ്. നമുക്ക് ചെല്ലാം. ഇതാണ് ആ കലാകാരിയുടെ വീട്. ഹായ് ചേച്ചി, നമസ്കാരം. നമസ്തേ. നമ്മുടെ വീഡിയോ വൈറലായല്ലോ, ഷോർട്ട് ഫിലിം ലഹരിക്കെതിരെയുള്ള. അതിനകത്ത് ഒരുപാട് ആളുകൾ കമൻറ്റ് ചോദിച്ചായിരുന്നു, നമുക്ക് ആ കഥാപാത്രത്തെ അവതരിപ്പിച്ച ആ കലാകാരിയെ ഞങ്ങൾക്കൊന്ന് നേരിൽ കാണണം, മേക്കപ്പ് മാറ്റിയിട്ട് നേരിൽ കാണണം, ആ ചേച്ചിയുടെ ഒരു അഭിമുഖം എടുക്കണമെന്ന് പറഞ്ഞിട്ട് കുറേ കമൻസുകൾ വന്നായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ വന്നത്. ചേച്ചിയുടെ ഒരു ഇൻ്റർവ്യൂ എടുക്കാനായിട്ടാണ് വന്നത്. പിന്നെ വീട്ടിലാരൊക്കെയുണ്ട്? മക്കള്, ഹസ്ബൻഡിന്റെ പേര് പ്രവീൺ. ചേച്ചി ഇത് പണ്ട് മുതലേ ചേച്ചി ഇങ്ങനെ അഭിനയിക്കുന്നുണ്ടായിരുന്നു? ഉണ്ട്. ചെറുതായിട്ടൊക്കെ. അത് കുറെ അവാർഡുകളൊക്കെ കിട്ടിയിട്ടുണ്ടല്ലേ? ഈ കാണുന്നതൊക്കെ അവാർഡുകളാണ്. ചേച്ചി കിട്ടിയ പുരസ്കാരങ്ങളാണ് കേട്ടോ. പിന്നെ നമ്മുടെ കുറെ ആൾക്കാർ കമന്റ് ചോദിച്ചായിരുന്നു, ഈ മുഖത്ത് കരി വാരി തേച്ച് എന്തിനാ, അത് അതിനെ കുറിച്ചൊന്ന് പറയാമോ? മുഖത്ത് കരി വാരി തേക്കുമ്പോ കുട്ടികള് നമ്മളെ ശ്രദ്ധിക്കും. ഒരു ഭ്രാന്തിയുടെ ലുക്ക് വരണമെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു എന്തെങ്കിലും ഒരു മാറ്റം വരണം. തന്നെയുമല്ല, ഞാൻ ചിലതിൽ പറയുമ്പോ ഇതില് നമ്മുടെ നിറം വെളുത്തതാണ്, കറുപ്പിച്ചത് എന്തിനാണെന്ന് അഭിപ്രായം ഉണ്ടായിരുന്നു. അതെന്തിനാന്ന് വെച്ചാൽ കുട്ടികളെ കൂടുതൽ ആകർഷിക്കാനും, പിന്നെ മകൻ ലഹരിക്ക് അടിമയായ മകന് എന്നെ ചാരത്തിന്റെ അടുത്താണ് കൂട്ടിയിട്ടേക്കുന്നത്. അപ്പൊ ചാരം എന്റെ ദേഹത്ത് വരുന്നതായിട്ടൊരു ഇതുണ്ട്. അത് പക്ഷെ ഞാൻ ഇതിനകത്ത് ചെയ്തിട്ടില്ല, അങ്ങനെയാണ്. അപ്പൊ ആ ഒരു നമ്മുടെ ദേഹം കാണുമ്പോ അല്ലെങ്കിൽ നമ്മുടെ മുഖം കാണുമ്പോ കുട്ടികള് ശരിക്കും പറഞ്ഞ ഒരു ഭ്രാന്തിയെ പോലെ കുട്ടികൾക്ക് തോന്നിക്കും. അതുകൊണ്ടാണ് അവർക്ക് ഏറ്റവും കൂടുതൽ ശ്രദ്ധ നമുക്ക് കിട്ടാൻ വേണ്ടിട്ട്, നമ്മളിൽ എത്താൻ വേണ്ടി. നമ്മൾ എത്ര വർഷമായി നമ്മൾ അഭിനയിക്കാൻ ഇങ്ങനെ തുടങ്ങിയിട്ട്? 10 വർഷമായി. പക്ഷെ അത് പല രീതിയിലായിരുന്നു. നേരത്തെ കുട്ടികളെയൊക്കെ കൊല്ലുന്ന ആ ഒരു സന്ദർഭം അത് വെച്ചിട്ട് ചെയ്യുമായിരുന്നു. അങ്ങനെ ഓരോന്നും. ചേച്ചി വേറെ കലാപരമായിട്ട് എന്തെല്ലാം ചെയ്യുന്നുണ്ടോ? ചെയ്യുന്നുണ്ട്. പാക്കനാർ തുള്ളൽ എന്ന് പറയുന്ന ഒരു കലാരൂപം ചെയ്യുന്നുണ്ട്. പിന്നെ പരുന്താട്ടം ചെയ്യുന്നുണ്ട്. കൂടാതെ മോണോ ആക്ട്, ഫാൻസി ഡ്രസ്, പിന്നെ കുറെ കലകള്, തിരുവാതിര, കയ്യോട്ടിക്കളി. സ്കൂൾ തലത്തിൽ എങ്ങനെ ഉണ്ടായിരുന്നോ? സ്കൂൾ തലത്തിൽ മത്സരിച്ചിട്ടൊന്നുമില്ല. ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ സാഹചര്യം കൊണ്ട് പോകാൻ പറ്റിയിട്ടില്ല. ആ ദിവസങ്ങളിൽ അവധിയായിരിക്കും ഞാൻ വീട്ടില്. അപ്പൊ എന്തുവരെ പഠിച്ചു ചേച്ചി സ്കൂളിൽ? സ്കൂളിൽ ഞാൻ +2 പ്രീ ഡിഗ്രി ആയിരുന്നു പഠിച്ചത്. ആ സമയത്ത് കല്യാണം നടന്നതുകൊണ്ട് എനിക്ക് മുഴുവിക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ ചെയ്തതെന്ന് പറഞ്ഞാൽ കുട്ടികള് പഠിപ്പിച്ചു. ആ ഒരു സ്റ്റേജ് കഴിഞ്ഞപ്പോൾ ഞാൻ പഠിക്കാൻ തുടങ്ങി. അതായത് ഞാൻ എത്ര വയസ്സിലാണ് പഠിക്കാൻ തുടങ്ങി? തുടർ പഠനം ഇപ്പൊ 4-5 വർഷമായിരുന്നു. എന്തോ പഠിച്ചു? പിന്നെ അത് കഴിഞ്ഞിട്ട് എന്തോ പഠിച്ചു? ഞാൻ പിന്നെ നമ്മുടെ ചെങ്ങന്നൂർ സാക്ഷരതാ മിഷനിൽ കൂടി +1 +2 പഠിച്ചു. അത് പാസ്സായി കഴിഞ്ഞപ്പോൾ BA മലയാളം എടുത്തു. BA മലയാളം ഇമ്പീരിയൽ കോളേജിലാണ് എടുത്തത്, കേരള യൂണിവേഴ്സിറ്റിയുടെ. ഇപ്പൊ PG എടുക്കാൻ വേണ്ടിട്ട് എല്ലാം കൊടുത്തു. PG MA മലയാളം. അത് നേരത്തെ പഠിക്കാൻ സാഹചര്യങ്ങൾ കൊണ്ടാണല്ലേ? അതെ. പിന്നെ ചേച്ചിക്ക് ഒരുപാട് പുരസ്കാരങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. എവിടെ കാണിച്ചു കൊടുക്കുക? കുറച്ചുകൂടി ഇരിപ്പുണ്ട്, സ്ഥലമില്ലാത്തോണ്ട് ചാക്കിലൊക്കെ കെട്ടിയേക്കുമായിരുന്നു. ചാക്കി കെട്ടി വെച്ചേക്കുമായിരുന്നു, സ്ഥലമില്ലാത്തോണ്ടല്ലേ? ഒരുപാട് പുരസ്കാരങ്ങളൊക്കെ ചേച്ചിക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് സമം എന്ന നമ്മുടെ ഫോക്ലോറിന്റെ സമം പ്രോഗ്രാമിന് കിട്ടിയതായിരുന്നു. അവിടെ 1 മാൻ ഷോ ചെയ്തപ്പോൾ അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ കേരള ഫോക്ലോറിന്റെ ചെയർമാനായ OS ഉണ്ണികൃഷ്ണൻ സാറും പിന്നെ അതിന്റെ സെക്രട്ടറിയും പിന്നെ അവിടുത്തെ MLAയും എല്ലാവരും കൂടി വന്നിട്ട് എനിക്കത് പെട്ടെന്ന് തന്ന ഒരു മൊമെന്റ് ആയിരുന്നു. പിന്നെ ഇതൊക്കെ ഓരോ ഇതിനെ കിട്ടിയതാ. കുറെ നമ്മുടെ മന്ത്രി തന്നതായിരുന്നു ഇത്, സജി ചെറിയൻ സാറ്. അങ്ങനെ കുറെ അതിന്റെ ഒരു ചില്ല് ഇച്ചിരി സൈഡ് പൊട്ടിയിട്ടുണ്ട്. ഒരു ഗ്ലാസ് ആയിരുന്നു, അതിന്റെ ഒട്ടിക്കാൻ വേണ്ടിട്ട് വെച്ചേക്കുവാ. പൂച്ച എടുത്ത് ചാടിയത് അതേ. അങ്ങനെ 2-3 എണ്ണം അത് പൊട്ടിപ്പോയിട്ടുണ്ട്.
ചേച്ചി പിന്നൊക്കെ എന്തൊക്കെ ചെയ്യുന്നുണ്ട്? ഞാൻ കഥ എഴുതും, കവിത എഴുതും, പിന്നെ ആസ്വാദനക്കുറിപ്പ് എഴുതും. PN പണിക്കരുടെ സ്മരണാർത്ഥം 2017 നടത്തിയ കവിത എഴുത്തില് എനിക്ക് ചെങ്ങന്നൂരിൽ നിന്ന് ഫസ്റ്റ് കിട്ടി. പിന്നെ ആലപ്പുഴ ജില്ലയിൽ കൊണ്ടുപോയായിരുന്നു. അപ്പോൾ അവിടെ എനിക്ക് ഫസ്റ്റ് ഉണ്ടായിരുന്നു. അവിടെ ആസ്വാദനക്കുറിപ്പ് എഴുതിയതിനും ഫസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ സംസ്ഥാന തലം വരെ എനിക്ക് പ്രോഗ്രാമുകൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതായത് മോണോ ആക്റ്റും ഫാൻസി ഡ്രസ്സും ഒക്കെ. ആലപ്പുഴ ജില്ലയിൽ എനിക്ക് ഫസ്റ്റ് ഉണ്ടായിരുന്നു ഇതിനെല്ലാം. ചേച്ചി ഏതെല്ലാം വേദികളിൽ ഇങ്ങനെ ആക്ട് ചെയ്തിട്ടുണ്ട്? ഞാൻ കുറെ സ്കൂളുകളിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ പെണ്ണിക്കര ചന്തയിൽ ചെയ്ത ആ ഒരു പ്രോഗ്രാം ആയിരിക്കും എന്നെ കുറച്ചും കൂടി ഇതിനു മുമ്പേ ആൾക്കാരൊന്നും അറിഞ്ഞത്. കാരണം ഞാനല്ലാതെ സ്കൂളുകളിൽ ഒക്കെ ചെയ്യുമ്പോൾ അത്രയും പേരെയല്ലേ അറിയുന്നുള്ളൂ. പക്ഷെ പെണ്ണിക്കര ചന്ത ചെയ്തപ്പോൾ മധുസാറാണ് എന്നെ വിളിച്ച് അതിൽ കൊണ്ടുവന്നത്. പിന്നെ മധു പെണ്ണിക്കര സാർ. പിന്നെ ഇവിടെ നമ്മുടെ ആലപ്പുഴ 1000 കുട്ടികളുടെ മുമ്പിൽ 1000 കുട്ടികളുടെ മുമ്പിൽ ചെയ്തായിരുന്നു ഈ ഒരു ഷോയെ. അതായത് അന്ന് കാർമൽ കോളേജിലായിരുന്നു. അപ്പൊ അന്നാണ് എനിക്ക് ആ സമം പ്രോഗ്രാമിന്റെ ഒരു മൊമെന്റ് തന്നത്. പിന്നെ കുറെ സ്കൂളുകളിലും പിന്നെ കൂട്ടം എന്ന ഒരു ഗ്രൂപ്പിൽ കൂട്ടം എന്ന ഒരു സംഘടനയുണ്ട്. അപ്പൊ അവരുടെ ഇതായിട്ട് ഞാൻ കുറെ പ്രോഗ്രാമുകൾ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ കലാക്ഷേത്ര എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട്. അപ്പൊ അതിലും പോയിട്ട് കുറെ അത് റോഡ് ഷോ ഒക്കെ കുറെ ചെയ്തിട്ടുണ്ട്. അപ്പൊ എല്ലായിടത്തും നല്ല പ്രോത്സാഹനം ലഭിച്ചു. അതുകൊണ്ടാണ് വീണ്ടും എനിക്കത് ചെയ്യണമെന്ന് തോന്നിയത്. കുട്ടികളുടെയൊക്കെ അഭിപ്രായത്തിൽ അവർക്ക് ശരിക്കും മനസ്സിലായി, അവർക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ ഇനി ഒരിക്കലും ചെയ്യില്ല, ഉപയോഗിക്കില്ല. ഒരുപാട് ആൾക്കാർ കമന്റ് ചെയ്തായിരുന്നു. അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ നമുക്ക് ഞാൻ ഇനി ഉപയോഗിക്കില്ല. ഒരുപാട് ആൾക്കാർ എന്റെ മക്കൾ ഇങ്ങനെയാണ്. ഒരുപാട് ആൾക്കാർ നല്ല അഭിനയമായിരുന്നു. അഭിനയമാണെന്ന് പറയില്ല, ഒറിജിനൽ അങ്ങനെ മാനസിക നിലനിർത്തിയ ആള് തന്നെയാണെന്നാണ് കുറെ ആൾക്കാരൊക്കെ വിശ്വസിച്ചത്. പിന്നെ രണ്ടാമത് നമ്മള് വീഡിയോ കണ്ടപ്പോഴാണ് ആൾക്കാർക്കൊക്കെ മനസ്സിലായത്, കുറച്ച് ആൾക്കാർക്കൊക്കെ മനസ്സിലായത് ഇത് ആക്ടിങ് ആയിരുന്നു. പക്ഷെ എന്തായാലും അഭിനന്ദന പ്രവാഹമാണ് കേട്ടോ. ഒരു ദിവസം കൊണ്ട് 1 മില്യൺ ആൾക്കാരാണ് കണ്ടത്. ഇപ്പൊ 1.3 മില്യൺ ആൾക്കാർ കണ്ടു കഴിഞ്ഞു. അപ്പൊ ഇനിയും അത് ഷെയറിംഗ് കൂടെ ആൾക്കാർ എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവരും ഒന്ന് മാക്സിമം ഷെയർ ചെയ്യുക. ചേച്ചിയെ ബിഗ് സ്ക്രീനിലേക്ക് എത്തിക്കുക എല്ലാവരും. അഭിനയിക്കാൻ കഴിവുള്ളൊരു കലാകാരിയാണിത്. ചേച്ചിക്ക് ആഗ്രഹമാണ് സിനിമയിലൊക്കെ ഒന്ന് അഭിനയിക്കണമെന്ന്, അല്ലേ? തീർച്ചയായിട്ടും. പിന്നെ ഞാൻ സംസ്കൃതി എന്ന് പറയുന്ന ഒരു സംഘടനയിൽ ഈ പ്രോഗ്രാം ചെയ്തു. അവർക്കൊക്കെ ലഹരിക്കെതിരെയുള്ള ഒരു സംഘടന. അതെ, ലഹരിക്കെന്നല്ല, മൊത്തത്തിൽ കലാകാരന്മാരുടെ ആയിരുന്നു. പിന്നെ സാക്ഷി എന്ന് പറയുന്ന സംഘടനയിൽ ചെയ്തിട്ടുണ്ട്. അവരൊക്കെ ശരിക്കും പറഞ്ഞാൽ നല്ല സപ്പോർട്ടായിരുന്നു നമുക്ക് ഇതിന് വേണ്ടിയിട്ട് തന്നത്. പിന്നെ നമ്മുടെ നാട്ടിൽ ചെയ്യാൻ പറ്റി 2-3 ഇവിടെയൊക്കെ തന്നെ അടുത്തൊക്കെ അവരും എല്ലാം സപ്പോർട്ടായിരുന്നു തന്നത്. പിന്നെ കുറെ സ്കൂളുകളിൽ ചെയ്യാൻ പറ്റി. ആ സ്കൂളുകളിൽ ചെയ്യുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നുന്നത്. കാരണം ആ കുഞ്ഞുങ്ങളിൽ നേരിട്ട് നമ്മളോട് വന്ന് പറയും, അയ്യോ ഞാനിനി ഇത് ഉപയോഗിക്കില്ല. അത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ചേച്ചി ഇനി ഇതുപോലുള്ള പരിപാടിക്ക് ആരെങ്കിലും ക്ഷണിച്ചു കഴിഞ്ഞാൽ ചേച്ചി ചെല്ലുമല്ലോ, അല്ലേ? തീർച്ചയായിട്ടും ചെല്ലും. ചേച്ചിയുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി, അല്ലേ? ചേച്ചിയുടെ നമ്പർ ഒന്ന് പറഞ്ഞു കൊടുക്കാവോ? പറഞ്ഞു. 99 47 638 750. ഓക്കെ. അപ്പോൾ ചേച്ചി ഈ പരിപാടി ചെയ്യാൻ താല്പര്യമുള്ളവർ ചേച്ചിയെ കോൺടാക്ട് ചെയ്യുന്ന നമ്പറാണിത്. ഇതിൽ കോൺടാക്ട് ചെയ്യുക. ഗീതാകുമാരി എന്നാണ് ഈ കലാകാരിയുടെ പേര്. അപ്പോൾ ഇതേണ്ട ഒരുപാട് പുരസ്കാരങ്ങളൊക്കെ കിട്ടിയിട്ടുള്ള വലിയൊരു കലാകാരിയാണ് കേട്ടോ ഇത്. അപ്പോൾ ചേച്ചിക്ക് സിനിമയിലൊക്കെ അഭിനയിക്കാൻ താല്പര്യമുണ്ടോ? പിന്നെ താല്പര്യമുണ്ട്. അപ്പോൾ ചേച്ചിക്ക് സിനിമയിലൊക്കെ അവസരങ്ങൾ ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. പിന്നെ ഞങ്ങളുടെ പുതിയ ഷോർട്ട് ഫിലിം ഒക്കെ ഉടനെ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കണ്ട് ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. കൂടെ ഈ ചേച്ചിയും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.